നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യത്തിൽ ജനം വലയുമ്പോഴും പ്രതിരോധം തീർക്കേണ്ട വനംവകുപ്പിന്റെ ഓഫീസുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ സജീവമായി പ്രവർത്തിച്ചാൽ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും ഈ സംവിധാനങ്ങൾ വനംവകുപ്പ് ഉപയോഗിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂട്ടിക്കൽ ടൗണിന് സമീപം വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലവും കെട്ടിടവുമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ വനംവകുപ്പിന്റെ പ്രവർത്തനം തുടങ്ങിയത്. കൊക്കയാർ, ഉറുമ്പിക്കര അടക്കമുള്ള മേഖലയിലെ വനസംരക്ഷണത്തിനായിട്ടായിരുന്നു ഓഫീസ്. എന്നാൽ പിന്നീട് പ്രദേശത്ത് ജനവാസം കൂടുകയും വനസാന്ദ്രത കുറയുകയും ചെയ്തതോടെ ഫോറസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനവും നിലച്ചു. പിന്നീട് ഇത് വനം ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സാക്കി മാറ്റി. 2014 വരെ ഇവിടെ ജീവനക്കാർ താമസിച്ചിരുന്നു. പിന്നീട് ആരും ഉപയോഗിക്കാതെയായി. 11 വർഷമായി ഉപേക്ഷിക്കപ്പെട്ടതോടെ കാട് കയറി കെട്ടിടം പൂർണ്ണമായും നാശത്തിന്റെ വക്കിലെത്തി. വളപ്പിൽ വൻമരങ്ങളുണ്ട്. ഇത് സമീപവാസികൾക്ക് സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഇഴജന്തുക്കൾ സമീപവാസികൾക്ക് വലിയ ശല്യമാണ്. നമ്മുടെ കൂട്ടിക്കലിലെ ഫോറസ്റ്റിന്റെ ഒരു സബ് ഓഫീസ് വർഷങ്ങളായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന നില നമ്മൾ കാണുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, ഈ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെയും കൊക്കയാർ പഞ്ചായത്തിൻ്റെയും വിവിധ മേഖലകൾ വന്യമൃഗശല്യങ്ങളുടെ, ഹിംസ്രജന്തുക്കളുടെയൊക്കെ വലിയ ഭീഷണിയിലാണ്. അടുത്തിടെ വല്യന്തയിൽ ഒരു പുലി ചത്ത നിലയിൽ കണ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ഈ വല്ലീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത നാളിൽ വല്യന്തയ്ക്ക് അടുത്ത് തന്നെ മേലത്തറ എന്ന ഭാഗത്ത് പുലിയുടെ കാൽപ്പാട് കാണുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ പുലി ശല്യമടക്കം വിവിധ വന്യമൃഗശല്യങ്ങളുടെ ഭീഷണി അടക്കം നിൽക്കുമ്പോൾ ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, അതുപോലെ തന്നെ കുരങ്ങിൻ്റെ ഭയങ്കരമായ ശല്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണി നിൽക്കുമ്പോൾ ചെറുകിട കൃഷിക്കാരായ ആളുകൾ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ പ്രദേശത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഫോറസ്റ്റ് സബ് സെൻ്ററുകളൊക്കെ കാട് പിടിച്ച് നശിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കുവാനുള്ളത്. ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ വന്യമൃഗശല്യവും വലിയ രീതിയിലുള്ള പ്രകൃതി സംരക്ഷണത്തിൻ്റെ ശോഷണവുമൊക്കെ ഇവിടെ അവശേഷിക്കപ്പെടുമ്പോൾ ഈ പ്രദേശത്തെ സംരക്ഷിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ഇങ്ങനെയുള്ള സബ് സെൻ്ററുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്കതേക്കുറിച്ച് പറയുവാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അധികൃതരുടെ ഇടയിൽ വളരെ വലിയ പരാതികൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു വകുപ്പ് തല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നതാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവുമായിട്ടുള്ള പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഇതേക്കുറിച്ച് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. എരുമേലി സർക്കാർ ആശുപത്രിയിൽ ഇടയ്ക്കിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ എത്തുന്നുണ്ടെങ്കിലും ആശുപത്രിയിലെ ക്രമീകരണങ്ങളിലെ പാളിച്ച മൂലം അതിന്റെ പ്രയോജനം രോഗികൾക്ക് കിട്ടുന്നില്ലെന്ന് പരാതി. പലപ്പോഴും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ എത്തുന്നത് രോഗികൾ അറിയുന്നില്ല. ഗൈനക്കോളജി ഡോക്ടറുടെ സേവനം എരുമേലി സർക്കാർ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടെന്ന വിവരം നാട്ടിലാരും അറിഞ്ഞില്ല. ഡ്യൂട്ടിയിലെത്തിയ സ്പെഷ്യൽ ഡോക്ടർക്ക് മുൻപിൽ OPയിലെത്തിയ പനി ബാധിച്ചവർ ഉൾപ്പെടെയുള്ള രോഗികളെ വരെ പറഞ്ഞു വിടുകയാണത്ര ജീവനക്കാർ. ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി സേവനത്തിന് എത്തുന്ന ഡോക്ടർമാർക്ക് മുന്നിൽ പലപ്പോഴും മറ്റു രോഗങ്ങളുമായി വരുന്നവരാണ് എത്തുന്നത്. ഇവിടെ വരുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഇക്കാര്യത്തിൽ പലവട്ടം പരാതി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സേവനം സംബന്ധിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നില്ലെന്നാണ് ഡോക്ടർമാരും പറയുന്നത്. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനങ്ങൾ നവീകരിക്കുന്നു. ചെളി മൂലം തീർത്ഥാടക വാഹനങ്ങൾ കയറിയിറങ്ങുന്നതിന് ഏറെ ബുദ്ധിമുട്ടിയിരുന്ന നടപ്പന്തലിന് സമീപത്തെ മൈതാനമാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനങ്ങൾക്കൊപ്പം സ്റ്റേഡിയം മൈതാനവും പൂട്ടുകെട്ടപ്പാകാനുള്ള പദ്ധതി തയ്യാറാക്കി എഞ്ചിനീയറിംഗ് വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട്. ഈ തീർത്ഥാടന കാലത്തിനു മുൻപ് ഇതിനുള്ള അനുമതി ലഭിക്കുമോ എന്നത് സംശയമാണ്. 23,000 ചതുരശ്ര അടി വിസ്തീർണമാണ് കളിക്കളം മൈതാനത്തിനുള്ളത്. ഇതിൽ 15,500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇപ്പോൾ പൂട്ടുകെട്ടപ്പാകുന്നത്. രണ്ടാം ഘട്ടമായി ബാക്കി സ്ഥലത്തും പൂട്ടുകെട്ടപ്പാകും. തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനങ്ങളിൽ ചെളി നിറയുന്നതായിരുന്നു. വാഹനങ്ങൾ ചെളിയിൽ തെന്നി നീങ്ങുന്നതും ചെളിയിൽ നിന്ന് കയറാതെ ബുദ്ധിമുട്ടുന്നതുമെല്ലാം സ്ഥിരം കാഴ്ചകളായിരുന്നു. സ്റ്റേഡിയം മൈതാനം സാധാരണ തീർത്ഥാടന കാലത്ത് ചെളിക്കുളമാകുന്നത് മൂലം തീർത്ഥാടകർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്.
തീർത്ഥാടന കാലത്ത് ഈ പാർക്കിംഗ് മൈതാനങ്ങൾ കരാർ നൽകുന്നത് മൂലം 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ദേവസ്വം ബോർഡിന് വരുമാനം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. പാലാ പൊൻകുന്നം റോഡിൽ ചരളയിൽ പുലർച്ചെ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലാ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ലോട്ടറിയുടെ GST 40% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ലോട്ടറിക്ക് GST 28%. അത് 40% കേരള ഭാഗ്യക്കുറിയെ തകർക്കും. തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റൊരു മേഖലയിലും ഇത്തരമൊരു ഭീമമായ വർധനയില്ലെന്നും അവർ പറഞ്ഞു. ലോട്ടറിയുടെ GST വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10-ന് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ഏതാണ്ട് 2-2.5 ലക്ഷത്തോളം ജനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോലിയെടുക്കുന്നത്. അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് GST വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ലോട്ടറിയെ തകർക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് കിടക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ 28% ലോട്ടറിക്ക് GST നടപ്പാക്കിക്കൊണ്ടിരുന്നത് 40% ഉയർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ വ്യാപകമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിലുടനീളം നടത്തിവരികയാണ്. ഇന്നലെ രാജ്ഭവൻ മാർച്ച് നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിനെ നേരിട്ട് ഈ വിവരം അറിയിച്ചു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉപജീവനം എന്ന നിലയിൽ അതിനകത്ത് വികലാംഗരുണ്ട്, നമ്മുടെ ഡിസേബിളായിട്ടുള്ള ആൾക്കാരാണ് ഏതാണ്ട് 50%-ലധികവും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല വ്യവസ്ഥാപിതമായി നിയമാനുസൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത്. ആ വിൽപ്പന അതിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അത് തീർത്തും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ലോട്ടറിക്ക് മേൽ 40% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജില്ലാതലങ്ങളിലുമൊക്കെ വ്യാപകമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുക. ഭാഗ്യക്കുറി മേഖലയിൽ പണിയെടുക്കുന്ന 2 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന വളരെ താഴേക്കടയിലുള്ള വരുമാനമുള്ള ആളുകളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭിന്നശേഷിക്കാർ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, നടക്കാൻ ശേഷിയില്ലാത്തവർ, ശാരീരികമായി വളരെ ദൗർബല്യം അനുഭവിക്കുന്ന ആളുകൾ, ഭാരമേറിയ ജോലികൾ ചെയ്യാൻ കഴിയാത്ത സ്ത്രീകൾ, പ്രായമുള്ളവർ, അവരുടെ ഒരു വരുമാന മാർഗമാണ് കേരള ഭാഗ്യക്കുറി. ഇപ്പോൾ ഓണം ബമ്പർ ഉൾപ്പെടെയുള്ള ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ കോടികൾ വില വരുന്ന സമ്മാനങ്ങൾ. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ പ്രൊജക്ടിന്റെ ഭാഗമായി വയോജനോത്സവം നടത്തി. ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP അനൂപ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി വയോജനോത്സവം ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളെ സമൂഹം ചേർത്ത് പിടിക്കണമെന്നും സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ദീപേഷ്, PM ശോഭിക തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലെ നയിക്കുന്ന പ്രസിഡന്റായിട്ടുള്ള ഞാനും ഒരു വയോധിക തന്നെയാണ്. അപ്പം നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു നല്ല ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കുവാനും നിങ്ങളുടേതായൊരു ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെക്കുകയാണ്. സമൂഹത്തിലെ ഇന്ന് വയോജനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.